വേറെ ആരാണ്ട ചാടിപ്പോയെന്നോ? കാക്കയും കുത്തിയിട്ടായിരിക്കും. ഇത് ഐ ലവ് യു എന്ന് എനിക്ക് മനസ്സിലായി. ഇതെന്നാന്ന് എനിക്ക് മനസ്സിലാകാത്ത. താഴത്തേന്ന് പറഞ്ഞാൽ ഐ വന്ന ഹുഗ്. നമുക്ക് വല്ല കാര്യമുണ്ടോ? ഏതാണ്ട് ഹുക്ക് പിടിപ്പിക്കുന്ന കേസാണ്. ചേട്ടാ, പെണ്ണുങ്ങളോട് അപമര്യാദയായിട്ട് മറില്ലടാ. പള്ളിയൊക്കെയുണ്ടല്ലോ അവൻ ആ കഴുത്തിന് പിടിച്ച് ഞെക്കിയിട്ടുണ്ടല്ലോ, ഒരൊറ്റ ചവിട്ടി വിട്ടാൻ എനിക്ക് അറിയാൻ പാടത്തുണ്ടോന്നല്ല. തൂങ്ങിക്കിടക്കണ പഴക്കൊല പോലെ കിടക്കണമെന്ന് ഞാൻ കണ്ടതാ. എന്നും ഇങ്ങനെ തല്ലു കാണിച്ചു കഴിയാൻ എന്നെ കൊണ്ട് പറ്റില്ല. തിരിച്ചു തല്ലണല്ലേ? നീ തല്ലൂ? ജന്മത്ത് പറ്റില്ലല്ലോ. അതിന് പറ്റിയ ഒരാൾ എൻ്റെ കയ്യിലുണ്ട്. ആര്? പത്മവിലാസം സുനിൽ കുമാർ. ഉപ്പില്ല, ഇത് ഉപ്പിലിട്ട മുട്ടയല്ല. അളിയാ, ഇത് നമ്മൾ ഉദ്ദേശിച്ച പോലെയല്ല. പത്മവിലാസം സുനിൽ. രക്ഷിക്കണം. എന്താ ഞങ്ങൾ ഒരുത്തൻ തല്ലി സുനിലേട്ടാ. ആര്? ആ വളവിൽ താമസിക്കുന്ന ആ പുതിയ ടീമാ? പുതിയ ടീമല്ല, അവർ ഇവിടെ ഉണ്ടായിരുന്ന. അപ്പൊ പോയിട്ട് വന്നു, ഇന്നലെ വന്നിട്ട് ഞങ്ങൾ ചുമ്മാ വെറുതെ തല്ലിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്ത് കാര്യത്തിന് ചേട്ടാ? നിസ്സാര കാര്യമുള്ളൂ. നിസ്സാര കാര്യോ? ആ ഒരു പേപ്പർ ഇട്ടെന്നാന്നേ. പത്രം ഇടാൻ പോണ പിള്ളേരെ അടിക്കുക. അല്ല, പിന്നെ ഞങ്ങൾ റോട്ടിൽ കിടന്നൊരു പേപ്പർ എഴുതിയിട്ടു. പാവം പറയണ അവന്റെ പെങ്ങളോടെ അപമര്യാദയായിട്ട് പെരുമാറി എന്ന് പറഞ്ഞ് വെറുതെ തല്ലിക്കൊണ്ടിരിക്കുക. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇല്ലേട്ടാ. അല്ല, അങ്ങനെ പെരുമാറിയാൽ തന്നെ അങ്ങനെ അടിക്കാന്ന് പറഞ്ഞാൽ അതും എന്റെ പിള്ളേര്. ഇന്നലെ കഴുത്തെ പിടിച്ച് ഇവിടെ പിടിച്ച് ഇരിക്കട്ടല്ലോ. എന്നെ അർത്ഥമയോ? ഇനിയും ഞങ്ങളെ തല്ലുന്ന പറഞ്ഞു. അതെ, ആ ഇനി ഒന്ന് തീർക്കുവേ. ആ അങ്ങനെയാണെ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും നമുക്ക്? ഒന്ന് പേടിപ്പിച്ചു കൊടുക്കുക. പേടിപ്പിക്കാനാണ് പിന്നെ വല്ല പിള്ളേരെ പിടിച്ചിട്ട് പോകാൻ പറ്റില്ല. അല്ല, ഒരു കാര്യം ചെയ്യും, എന്റെ ഇളയ ചെറുക്കൻ നഴ്സറിയിൽ നിന്ന് വന്നാൽ നോക്കി അവൻ പറഞ്ഞു വിടും. മറുപടി എന്തേലും പറഞ്ഞാൽ അപ്പ അങ്ങ് ചാടി എണ്ണിച്ചോണം. എടാ, അവിടെ പേടിപ്പിക്കാതിരിക്കണം ഞാൻ. സുനിലേട്ടാ, അങ്ങനെ കളിയാക്കല്ലേ. അവനെ ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഞങ്ങളെ തല്ലരുതെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചാൽ മതി. എടാ, അങ്ങനെ പേടിപ്പിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. പിന്നെ നീ ഒരു പണിയുണ്ട്. പിന്നെ നീ ഒറ്റ പൂളാൻ പൂളാം. എന്നുവെച്ചാ എടാ, ടൂൾസ് ഇരിക്കല്ലേ, ഒരു പൂള് കൂടി ഞാൻ വിടാൻ. അയ്യോ, അങ്ങനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആള് ചത്തു പോയാലും ഇല്ലേട്ടാ. ആണ്ടല്ലോ ഇത്. അങ്ങനെ ചുമ്മാ കാണാൻ പൂളൊന്നും ഞാൻ പൂളത്തില്ല. പിന്നെ അളന്ന് കുറിച്ച് ഒറ്റ പൂള് ഐറ്റ് ചെയ്ത് പഠിച്ചിറങ്ങണ പിള്ളേർ ചെയ്യണം. അതാകുമ്പോ വിഷയം ഉണ്ടാവില്ല. വേണ്ട സുനിലേട്ടാ, നമ്മൾ ഈ പ്രശ്നങ്ങൾക്ക് പോകണ്ട. പ്രശ്നങ്ങളാണ് ഞാനല്ലേ ചെയ്യുന്നത്, പിന്നെ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഒരു വിഷയമില്ല അല്ലേ? ഒരു വിഷയമില്ല. എന്നെല്ലാം ഒന്ന് ഒരു മറുപടി കൊടുക്കണം. അല്ല സുനിച്ചേട്ടാ, അതൊരു മനുഷ്യനല്ലേ, നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യണം. മോശമല്ലേ? ആ സൈസ് പണിയാണ് അവൻ നിങ്ങളുടെ കാണിച്ചേ. പിന്നെ അതല്ല, ഇവിടെ പറഞ്ഞു കേട്ടിടത്തോളം അവനൊരു പൂളിന്റെ ആവശ്യമുണ്ട്. അതുള്ളതാണ്. കൊടുക്കാം. ഒരു കാര്യം ഞാൻ സാധനം എടുത്തരാ. ഹൈറ്റ് ഉണ്ടോ എൻ്റെ അത്രയില്ല. അപ്പൊ ഇത് വേണ്ട, മറ്റേ എടുത്തരാ. തടിയില്ലേ അവന്? തടിയുണ്ട്. തടിയുണ്ടല്ലോ. തടിയുണ്ട്. അപ്പൊ കുഴപ്പമില്ല, ഒരു ഒറ്റ പൂളം കൂടി ഇടാം. വിഷയില്ലെന്ന് ഒറ്റ പൂള് കൂടി ഇടാം. പൂളെന്ന് പറഞ്ഞാൽ അത്
ഇവിടെ പറ്റിയ ഞാനല്ലേ പൂള്, പിന്നെ ഞാൻ നിങ്ങൾക്ക് വിഷയം നിങ്ങൾ എണ്ണിച്ചേ എണ്ണീറ ഒരു പൂള് വിടാന്ന് എണ്ണീറ. ഞാൻ തിരിച്ചു വരുന്നവരെ മുട്ടയിലെങ്ങാനും തൊട്ട കേസ് മറന്നുപോയി. 6 അടിക്കുള്ള ഒരെണ്ണം, ഒറ്റ ഒരെണ്ണം 6 അടിക്കുള്ള. ഒരു 1/2 മണിക്കൂർ ശേഷം. ഓക്കെ ആയിക്കോട്ടെ. ശരി. ഇനി വേറെ വാക്കത്തി എടുക്കാൻ പോകണം. വാക്കത്തി അല്ലെന്ന് ഞാൻ 6 അടിക്കുള്ളൊരു ശവപ്പെട്ടി പറഞ്ഞ മറ്റേ ആ ശവപ്പെട്ടി കച്ചവടം നടത്തുന്ന രാജൻ മാത്യുവിന് എൻ്റെ വർക്കൊക്കെ ഞാൻ അവനാണ് കൊടുക്കണേ. നിങ്ങളെ തല്ലിയവനെ തീർക്കാൻ പോവാ. ഇതുവരെ പൂളണമെന്നുള്ളതായിരുന്നു, പക്ഷേ ഇനി തീർക്കാം. ഇതാണ്ടാ അവൻ്റെ വീട്. വിളിച്ചിറക്കടാ അവനെ ഇങ്ങോട്ട്. ഞാനോ? പിന്നല്ല ഞാനോ? ചേട്ടായി, ചേട്ടായിയേ. നീ ഇതാരെ വിളിക്കാടാ? നീ വെട്ടിക്കൊള്ളാനുള്ള ചേട്ടൻ. ഇങ്ങനെയാണോ ഒരാളെ വെട്ടിക്കൊല്ലാൻ വിളിക്കണേ? കഷ്ടം തന്നെ പൊന്നു കൂട്ടുകാരാ. ബോംബെക്കാരൻ ചേട്ടോ, ഇതാരാ വന്നേക്കണേ നോക്കിക്കേ. ഇങ്ങനെയാണോ വിളിക്കുന്നത്? നിന്നൊക്കെ ഞാൻ കൂടെ കൂട്ടിയല്ലാന്ന് ആലോചിക്കുന്നത്. ദൈവമേ, അങ്ങനൊന്നുമല്ല വിളിക്കുന്നത്. ആരുമില്ലടാ ഇവിടെ. ചങ്കൂറ്റോണ്ട് ഇറങ്ങി വാടാ. അറിയാവോ? പണി തരാനോ? പണി തരാ. നീ എൻ്റെ പിള്ളേരെ വെല്ലുവിളിച്ചത് കേട്ടല്ലടാ. നീ അമ്മാരെ കൊങ്ങാക്കി പിടിച്ച് ഞെക്കിയിട്ട് നീ ചീത്ത വർത്താനം പറഞ്ഞത് ഞാൻ കേട്ടില്ലടാ. വെട്ടി അരിഞ്ഞാ നിന്നെ. നിന്റെ ബോംബെയിലെ കളി നിന്റെ ബോംബെ കേട്ടടാ. നിന്റെ ബോംബെയിൽ ധാരാവിയാണേലേ ഇവിടെ ഒരു ധാരാളം കൂട്ടുകാരും എനിക്കുണ്ട്, അതിനുള്ള സെറ്റപ്പ് എനിക്കുണ്ട്. ഇന്ന് നിന്നെ ഇവിടെ ഒറ്റ പൂളി ഞാൻ പൂടി വെച്ച് ആ ചോര എടുത്ത് ബീട്രൂട്ട് യൂസ് ആണെന്ന് പറഞ്ഞ് പിള്ളേർക്കും കൊടുത്താൽ ഞാൻ ഇവിടെ പോകത്തുള്ളൂ. നീ എൻ്റർക്കനാട്ടാ കളിക്കണേ. വട കളിക്കാൻ വട. അവൻ്റെ വായിൽ നാക്കൊണ്ടാ നോക്കിയടാ. ബോംബെന്ന് പറഞ്ഞ് ഞങ്ങളുടെ നാട്ടിൽ കളിച്ചാലേ ഇതുപോലുള്ള ആൾക്കാരുണ്ട് ഇവിടെ വെട്ടി കൊല്ലാൻ. നിങ്ങളെ പേടിക്കണ്ടാ. അവനിനി ബോംബെ എന്നല്ല, അവനിനി ജപ്പാനിൽ നിന്ന് വന്ന് പറഞ്ഞാലും പൂളെന്ന് പറഞ്ഞാ ഞാൻ പൂളിയിരിക്കും. എൻ്റെ ഈ തീരുമാനത്തോട് നിങ്ങൾ യോജിക്കണോ ഇല്ലയോ? ഏത് തീരുമാനം? തൽക്കാലം അവരോട് നമ്മൾ ക്ഷമിച്ചിരിക്കും. അവന് വെട്ടി പുള്ളി കേൾക്കും. നമ്മൾ ക്ഷമിച്ചിരിക്കുന്നു. കത്തി പോയി പോട്ടെ, ഇടിച്ചു വെട്ടാൻ പാടില്ലേ? ഇതൊക്കെ ഈ എടുത്ത് ചേട്ടൻ എന്ന് പറയാം. ചേട്ടൻ എന്നാ മനുഷ്യനാട്ടാ. പിന്നല്ല എന്നാ മനുഷ്യനാ ചേട്ടൻ? ചേട്ടാ നീ ഒന്ന് നമ്മളോട് പറഞ്ഞ ഏറ്റല്ലേ ആ സന്തോഷത്തിൽ പകരം വീട്ടാൻ വേണ്ടി ഞങ്ങൾ അവനെ വെല്ലുവിളിച്ചേ. എടാ ഈ എടുത്ത് ചേട്ടനാണ് ഷേർഖാനും ബഗീറിനും സംഭവിച്ചത്. ഇതാരൊക്കെയാ? അവർ കാട്ടിലെ കരടിയും പുലി. അവർക്ക് ഈ എടുത്തുചാട്ടത്തിൽ അവർ അപകടപ്പെട്ടു പോയി. മനസ്സിലായ? നമ്മൾ ആലോചിച്ച് തീരുമാനം എടുക്കാം. ചേട്ടൻ പാചേട്ടാ, നമുക്ക് വെട്ടാമത്. നീ ചുമ്മാ ഇല്ല. ഞാനില്ലേ അവസാനമായിട്ട് ഇതുപോലെ 3 എടുത്തുചാട്ടക്കാരും ഒരാളുടെ അടുത്ത് അകപ്പെട്ടു പോയൊരു കഥയുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. വാ.
അവൻ എന്റെ പൂളിയടാ. ഇനിയിപ്പോ അവനെ നമ്മളെന്തോ ചെയ്യും? ഞങ്ങളുടെ ഈ തീരുമാനത്തോട് ചേട്ടൻ യോജിക്കുന്നുണ്ടോ? എന്നാടാ? ആ പാവത്തോട് നമുക്ക് ക്ഷമിക്കാം.